to YouTube channel. Kavya, ഇവിടെ. Oh, sorry. Okay, തുടങ്ങിയാലോ. Hello viewers, welcome back to YouTube channel Out and About. ഇന്നത്തെ പുതിയ വീഡിയോ ഒരു ചിക്കൻ ബൺ റോൾ ആണ്. സോ നമുക്കെന്നാ അത് ചെയ്യുന്ന വീഡിയോ നോക്കിയാലോ. അതിന്റെ മേക്കിംഗ് വീഡിയോ, പ്രോസസ് വീഡിയോ. സോ പോകാം. ആദ്യം 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 150 ml ആറിയ പാൽ, അതായത് വാം മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു പിഞ്ച് സോൾട്ട്, ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ബണ്ണിന് ആവശ്യത്തിന് മധുരം വേണം, സോ ഒരു ടീസ്പൂൺ പഞ്ചസാര. പിന്നെ 1/4 ടീസ്പൂൺ ഈസ്റ്റ്. ഓക്കെ, ഡ്രൈ ഈസ്റ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സോ ഇതാണ് നമ്മളിപ്പോൾ ആ ഡോ റെഡിയാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. സോ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആ മൈദയിൽ നമ്മളിപ്പോൾ ആ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു, സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അടുത്തതായിട്ട് നമ്മൾ ആ എടുത്ത് വെച്ച വാം മിൽക്കിൽ പഞ്ചസാരയും ഈസ്റ്റും ഒന്ന് ചെറുതായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആ മാവിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ബൺ റോൾ ഉണ്ടാക്കാനായിട്ടുള്ള, അതായത് അതിന്റെ ഉള്ളിലത്തെ സ്റ്റഫിംഗ് പരിപാടിയാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കിയാലോ. 2 മുട്ട ഉപ്പ് ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ആദ്യത്തെ ഇൻഗ്രീഡിയന്റ്. 1/2 ക്യാപ്സിക്കം ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 വലിയ സവോള നമ്മള് കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ചിക്കൻ വന്നിട്ട് ഇവിടെ സോൾട്ട്, പെപ്പർ പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, ഈ 3ഉം ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ട് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ്, മഞ്ഞൾപ്പൊടി, സ്റ്റഫിംഗ് ചെയ്യാനായിട്ടുള്ള ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ അളവ് വരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 ചില്ലി ക്യൂബായിട്ട് അരിഞ്ഞെടുത്തത്, എരിവിന് പെപ്പർ, ലാസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയ ചിക്കൻ മസാല. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിന്റെ ക്വാണ്ടിറ്റി എല്ലാം നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നല്ല നീറ്റായിട്ട് വിവരമായിട്ട് ഇടുന്നതായിരിക്കും. എന്നാ മാമ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ചട്ടി വെച്ചു. ഇനി പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് നമ്മുടെ സൺഫ്ലവർ ഓയിൽ, അതായത് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് സാധനങ്ങളൊക്കെ വേഗം നമുക്ക് ഇളക്കി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തു. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മള് ഉള്ളി, പച്ചമുളക് ഇത് രണ്ടും ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. എന്നാ സവാള ഇട്ട് കൊടുക്കാം. മാമന് ചിക്കൻ ബൺ റോൾ ഇഷ്ടമാണോ മാമ? നമ്മളിത് രണ്ടാമത്തെ തവണയായിട്ടല്ലേ ഉണ്ടാക്കുന്നത്? രണ്ടാമത്തെ അല്ല, മൂന്നാമത്തെ. അപ്പൊ ഞാൻ അറിയാതെ മാമൻ എപ്പോഴും കഴിച്ചിട്ടുണ്ട്. ഞാൻ 2ാമത്തെ തവണയാണ്. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വരുമ്പോ നമുക്ക് പച്ചമുളക് ഇട്ടെടുക്കാം. പച്ചമുളക്. ഓക്കെ,
ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുള്ള നിങ്ങൾ ആ അവകാശം എനിക്കൊന്ന് തരൂ, ഞാൻ മൂപ്പിച്ചെടുത്തോട്ടെ. മാമ ഒരു പാട്ട് എടുത്തുവിടും മാമ. അപ്പൊ സവാള ആ പാട്ട് കേട്ടിട്ട് മെല്ലെ അങ്ങനെ വഴണ്ട് വരും. ആ പാട്ട് വേണ്ട, ഉപ്പ് മതി അല്ലേ? ഉപ്പല്ലേ സവാളക്ക് വേഗം വഴണ്ട് കിട്ടാൻ. ഉപ്പ് ഇട്ട് കൊടുക്കാം, കുറച്ച്. നീ ഒന്ന് പാചകം ചെയ്യുന്നതിന് ലൈക്ക് കിട്ടുണ്ടോ ഇല്ലയോ? ഇതിന് കിട്ടണം. ഇവിടെ കിച്ചൺ എന്റെ സൈസിനാണ് ഇവിടെ ഞങ്ങള് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ഞാനും അമ്മയും കുറച്ച് ഹൈറ്റ് കുറവായത് തന്നെ ഇങ്ങനെ നിൽക്കുമ്പോ ആ ചട്ടി കാണണമല്ലോ. അപ്പൊ അതിന് വേണ്ടി ബിൽഡ് ചെയ്താണ്. എന്നാൽ എനിക്ക് ഹൈറ്റ് ഒന്നും കൂടെ കുറവായതുകൊണ്ട് ഞങ്ങൾ സ്റ്റൂൾ ഇട്ടിട്ട് ചട്ടിയിലേക്ക് എത്തി നോക്കേണ്ട അവസ്ഥയാണ് ഗായ്സ് എനിക്ക് ഇവിടെ ഉള്ളത്. എന്നാൽ ഇപ്പോ ആ സവാള ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. മസാലയില് മെയിൻ ആയ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്താണ് മാമ? നല്ല ഇളക്കില്ലെങ്കിൽ അടി പിടിക്കണം. കരിഞ്ഞതൊന്നും തരാൻ പാടില്ല. ഇല്ല, എന്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾ എല്ലാരും എനിക്ക് ഇത്ര വ്യൂസും ഇത്ര ലൈക്കൊക്കെ തരുന്നത്. ഞാൻ എങ്ങനെയാ അത് കരിച്ചെടുക്കുക? നിങ്ങളുടെ ആ ലൈക്കും സബ്സ്ക്രിപ്ഷനാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു പ്രചോദനം. ആ പ്രചോദനത്തിലാണ് ഞാൻ ഇവിടെ എല്ലാം മൂപ്പിച്ചെടുക്കുന്നത്. സോ കരിയില്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? കാണുന്നവരെല്ലാരും ലൈക്ക് അടിക്കുക. ലൈക്ക് ഒന്ന് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അത് മാത്രം ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. പാചകം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. നമ്മുടെ ആ സ്റ്റഫിന് ഒരു മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി. സ്മെല്ല് വരുന്നുണ്ടോ മാമ? എന്താ സ്മെല്ല്? എന്തോ സ്മെല്ല് വരുന്നുണ്ട്. അത് ഉള്ളിന്റെ സ്മെല്ലാണ്, നമ്മൾ തുടങ്ങിയിട്ടില്ലല്ലോ. അടി പിടിക്കാൻ പാടില്ല. മസാല കൂടുതൽ വഴണ്ട് വരാനും പാടില്ല. ബിക്കോസ് ഈ സ്റ്റഫിനൊക്കെ നമ്മളിങ്ങനെ കടിക്കണം. ഈ ചിക്കനും ഈ ഉള്ളിയൊക്കെ നമുക്ക് കടിച്ചാലാണ് അതിന്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കൂടുതൽ വഴണ്ടു പോയ ഒരു സുഖം തോന്നില്ല ഈ ചിക്കൻ ബൺ റോൾ ചെയ്യുമ്പോൾ. സോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് മെല്ലെ സോട്ട് ചെയ്തെടുക്കാം. എന്നാൽ ചിക്കൻ ഇട്ടാലോ മാമ? ചിക്കൻ കൊതിച്ചിരിക്കുക. എപ്പോഴാ ഞാനൊന്ന് ചട്ടിയിലേക്ക് ചാടുക. നമുക്ക് ഇട്ട് കൊടുത്താലോ? ഓക്കെ. ഈ ചിക്കനിൽ എന്തൊക്കെയാ മാമ ഇട്ട് കൊടുത്തിരിക്കണമെന്ന് പറയും. മാമന് ആ മെമ്മറി പവർ ഉണ്ടോ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോവാ. മഞ്ഞൾപ്പൊടി, ഓക്കെ, കുരുമുളക്, ഓക്കെ, പിന്നെ ഉപ്പ്. ആവശ്യത്തിന് കുറച്ച് ഉപ്പ് മതി. നമ്മൾ ആ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാനാണ് ആവശ്യത്തിന് ഉപ്പ്. ബാക്കിയുള്ള ഉപ്പ് നമ്മൾ ആ സ്റ്റഫ് റെഡി ആവുമ്പോൾ ആ സ്റ്റഫിലോട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും. അടുത്ത പ്രാവശ്യം ചിക്കൻ ബൺ റോൾ മാമൻ ചെയ്ത് കാണിക്കും. ഓക്കെ, ഇതിപ്പോ ഞാൻ ചെയ്ത് കാണിക്കും. അടുത്ത പ്രാവശ്യം മാമൻ ചെയ്ത് കാണിക്കും. ആഡ് ചെയ്ത് കൊടുത്ത ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ആ ഉള്ളിന്റെയും എന്റെ പേരെന്താ മസാലന്റെ കൂടെ ഒക്കെ ഒന്ന് ചെറുതായി സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ആ ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത ക്യാപ്സിക്കം, ഹാഫ് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം ഗ്രീൻ പീസ്, പച്ചപ്പട്ടാണി. ആ പച്ചപ്പട്ടാണിയൊക്കെ ഇടുമ്പോഴാണ് നമുക്ക് ഇടയ്ക്ക് കടിക്കാനും
അല്ലേ? അതൊക്കെ ഒരു രസം. നിങ്ങൾക്ക് ഈ ഗ്രീൻ പീസിന്റെ കൂടെ ക്യാപ്സിക്കം മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം, പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ആ സ്റ്റഫ് ഒന്നും കൂടെ ടേസ്റ്റി ആവും, ഡെലീഷ്യസ് ആവും. ഓക്കെ, ഇവിടെ നമ്മൾ മഷ്റൂം പനീർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പൊ വെജ് സ്റ്റഫാണ് നിങ്ങൾ ഉള്ളിൽ ഉണ്ടാക്കണമെങ്കിൽ പനീരും മഷ്റൂമും ചിക്കന്റെ പകരം നിങ്ങൾക്ക് അതിലിടാം. പക്ഷെ ഇവിടെ നമ്മൾ നോൺ വെജ് അല്ല മാമ, ചിക്കൻ സ്റ്റഫ്ഡ് ബൺ റോൾ. അപ്പോ ഞാനിവിടെ ചിക്കനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ഇതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പാൻ മാറ്റി വെച്ചിട്ട് ഒരു സ്ക്രാമ്പിൾഡ് എഗ് ഉണ്ടാക്കാൻ പോകണം. അതായത് മുട്ടത്തോരൻ. നമ്മള് ബീറ്റ് ചെയ്ത് വെച്ച ആ 2 മുട്ടയില്ല, അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. സ്ക്രാമ്പിൾഡ് എഗ് ചെയ്യാനായിട്ട് പാൻ വെച്ചു. കുറച്ച് കോക്കനട്ട് ഓയിൽ, കുറച്ച് മതി, 2 മുട്ടയിലുള്ളൂ, അപ്പൊ കുറച്ച് മതി. എണ്ണ ചൂടായിട്ടുണ്ട്, മുട്ട മെല്ലെ ഒഴിച്ചു കൊടുക്കാം. സ്ക്രാമ്പിൾഡ് എഗ് ആണ് ചെയ്യുന്നത്. മുട്ടത്തോരൻ, നമ്മൾ മുട്ടത്തോരൻ എങ്ങനെ ഉണ്ടാക്കുക, ഇളക്കി പൊരിക്കില്ലേ, ആ ഒരു ഇതാണ്, ആ ഒരു ഇതിന്റെ സ്റ്റൈലിലാണ് ഇവിടെ സ്റ്റഫിങ്. ഓക്കെ, സ്റ്റഫിങ്ങിനുള്ള മുട്ടയാണ് കേട്ടോ. അപ്പോ സ്ക്രാമ്പിൾഡ് എഗ് ഇവിടെ റെഡിയായി. ഓഫ് ചെയ്യാം. നമ്മളപ്പോ നേരത്തെ ആ ചിക്കനൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുത്തില്ലായിരുന്നോ സ്റ്റഫിങ്ങിന് വേണ്ടി, അതിലോട്ട് ഇപ്പൊ നമ്മൾ റെഡി ചെയ്ത് വെച്ച് സ്ക്രാമ്പിൾഡ് എഗ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കണം, അല്ല മാമ? ഇതൊക്കെ ഒന്ന് ചേർന്ന് യോജിച്ച് വരുമ്പോ ആ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്, അല്ല മാമ? എല്ലാം ചേരുമ്പോഴല്ലേ ടേസ്റ്റ് കൂടുന്നത്? മുളക് പൊടി തനിച്ച് കഴിക്കുമ്പോ ടേസ്റ്റ് വരുമോ? വരുമോ? പക്ഷെ എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടില്ല ഇതുവരെ. അവസാനമായി ആ കുരുമുളക് കൂടി ഇട്ട് കൊടുത്താലോ മാമ? ഇട്ടോളൂ. അപ്പൊ ഇവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇട്ടിട്ട് നമ്മുടെ സ്റ്റഫിങ്, അതായത് ചിക്കൻ ബൺ റോൾ, അത് ഉണ്ടാക്കാനായിട്ടുള്ള സ്റ്റഫിങ് ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തു. നമുക്ക് അടുത്ത രാവിലെ ഞാൻ കാണിച്ചില്ലായിരുന്നോ ആ ഡൗ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന്? ആ ഡൗ നമ്മൾ റെഡിയാക്കി എടുത്ത് നല്ല പുഫ് പൊങ്ങി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇനി ഓരോ പരുവാക്കി എടുത്ത് ഈ സ്റ്റഫ് ഉള്ളിൽ വെച്ച് സ്റ്റഫിങ് ചെയ്ത് എണ്ണയിലിട്ട് ഓവനിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും. കാണാം. നമ്മുടെ സ്റ്റഫിങ് ഒന്നും കൂടെ ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് കൊടുക്കാനായിട്ട് ഇവിടെ വാടിപ്പോയ മല്ലിയിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ തോട്ടത്തിൽ നിന്ന് പറിച്ചൊക്കെ ഇടാം. ഞങ്ങൾക്ക് പക്ഷെ തോട്ടത്തിലും ആ സാധനം കിട്ടാറില്ല. ഇപ്പൊ കടയിൽ നിന്ന് മേടിച്ചത് വാടിപ്പോയ, ഒരാഴ്ച മുമ്പ് വാങ്ങിയതാണ്. അപ്പൊ വാടിപ്പോയ മല്ലിയില. ഓഫ് ചെയ്ത് കൊടുക്കാം അമ്മ. സ്റ്റഫ് റെഡിയായി. റെഡിയായില്ലേ? നിനക്കെന്താ പെട്ടെന്ന് ഹൈറ്റ് കൂടിയത്? സ്റ്റൂൾ വന്നപ്പോ. ഓക്കെ, ഓഫ് ചെയ്യാം. ഓക്കെ, ഓഫ് ചെയ്തോ. നമുക്ക് ചിക്കൻ ബൺ റോൾ ചെയ്യാൻ ഡൗ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് പരത്തിയെടുത്താലോ? കുറച്ച് മൈദ എടുത്ത് മെല്ലെ തുന്നി കൊടുക്കുക. എന്നിട്ട് ഈ ഡൗ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഐലേസ ഐലേസ പരത്ത് പരത്ത് ഐലേസ ഒന്ന് പരത്തി കൊടുക്കുക. ആ പാടുമ്മ, കൂടെ പാടണം. നീ പാടിയാ മതി. ഐലേസ ഐലേസ പരത്ത് പരത്ത് ഐലേസ. അയ്യോ, ചുരുണ്ടുപോയി. ഇത് നമ്മൾ ഇനി നീറ്റായിട്ട് തിന്നായിട്ട് പരത്തിയെടുത്താലോ?
അപ്പൊ ഞാനിവിടെ ആ ഡൗ നമ്മൾ രണ്ടായിട്ട് പിരിച്ചു, ഈക്വൽ ഹാഫ് ആയിട്ട്, ഈക്വൽ ബോൾ ആയിട്ട് പിരിച്ച് ഓരോ ഡോ ഇങ്ങനെയും അതായത് സെയിം ഈക്വൽ ആയിട്ട് പരത്തിയെടുത്തു. റൗണ്ട് ഷേപ്പിലായി, ഇത് റൗണ്ട് ഷേപ്പ് അല്ലേ? ഈ 2 റൗണ്ട് ഷേപ്പായിട്ട് പരത്തിയെടുത്തു. ഇത് ഫസ്റ്റ് ലെയറും മറ്റേതൊന്ന് സെക്കൻഡ് ലെയറും ആയിട്ടാണ്. ഫസ്റ്റ് ലെയറിൽ നമ്മുടെ സ്റ്റഫ്, നമ്മൾ കുക്ക് ചെയ്ത സ്റ്റഫ് ഇട്ടിട്ട് ഈ സെക്കൻഡ് ലെയർ എടുത്ത് അതിന്റെ മുകളിൽ വെക്കും. അപ്പൊ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്കെന്നാ സ്റ്റഫിംഗ് പരിപാടി നോക്കിയാലോ? ഈ ചിക്കൻ ബൺ ചെയ്യാനായിട്ട് ഡോന്ന് ചെറിയൊരു ബോൾ എടുത്ത് നമ്മൾ മാറ്റി വെച്ചായിരുന്നു. അത് എന്തിനാന്ന് വെച്ചാൽ അതൊരു റിബൺ ഷേപ്പിൽ നമ്മൾ പരത്തിയെടുക്കണം. പരത്തിയെടുത്തിട്ട് ഇതിന് ചുറ്റിങ്ങനെ പിന്നി ഒരു ഡിസൈൻ ആയിട്ട് മാറ്റുന്നതായിരിക്കും. സോ ഇപ്പൊ നമ്മൾ ആ ചെറിയൊരു ബോള് വലിയൊരു ലെങ്ത് ആയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം അത് ചുറ്റിനും നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കണേന്ന്. ആ മുട്ട ബീറ്റ് ചെയ്തത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മേലെ ഡവിന്റെ മേത്തൊന്ന് തേച്ച് കൊടുക്കാം. അപ്പൊ മേലെ നല്ല ഗോൾഡൻ ബ്രൗൺ ക്രിസ്പി ടെക്സ്ചർ ആയിട്ട് മേലെ കിട്ടും. നമ്മുടെ ഓവൻ അവിടെ പ്രീ ഹീറ്റ് കഴിഞ്ഞ് റെഡിയായി നിൽക്കുകയാണ്, ഉള്ളിൽ ചൂടായിട്ട്. നമുക്ക് ഇനി ആ നേരെ പാൻ അങ്ങനെ ഉള്ളിലെടുത്ത് വെച്ച് ബേക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ അവൻ പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഇനി നമ്മുടെ പാൻ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, അടച്ചു കൊടുത്തിട്ട് ഇനി ഇത് 30 മിനിറ്റ് 30 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ബേക്ക് ചെയ്തെടുക്കാം. Much later. അവന് നമ്മള് ആ ചിക്കൻ ബൺ റോൾ പുറത്തെടുത്ത് വെച്ചു. സോ അതിന് കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി ആ ചൂടോടെ തന്നെ നമ്മൾ ആ മൂടിയായിട്ട് അടച്ചു വെക്കുക. ആ പ്ലേറ്റിൽ ഒന്ന് വെച്ച ബണ്ണ് ചൂടോടെ തന്നെ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുമ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടും. സോ ഇനി 5 മിനിറ്റ് കഴിഞ്ഞെടുത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ എന്നാ മാമ, നമുക്ക് ആ മൂടി തുറന്നിട്ട് ബണ്ണ് കട്ട് ചെയ്താലോ? ഓക്കെ. കഴിക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, സൂപ്പറായിട്ടുണ്ട്, വളരെ സൂപ്പറായിട്ടുണ്ട്. എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റിൽ അറിയിക്കണം. ഓക്കെ, നന്നായിട്ടുണ്ട്. ഇതൊരു ഈസി സ്നാക്കാണ്. കാണുമ്പോൾ നിങ്ങൾക്ക് ലോങ് പ്രോസസ് ആയിട്ട് തോന്നും, പക്ഷെ ഒരു 2 hours നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പൊ എല്ലാം ട്രൈ ചെയ്തിട്ട് എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ടും കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്രൊസീജിയറൊക്കെ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് കൊതിയാവുന്നില്ലെങ്കിൽ സോറി, നിങ്ങളെ കഴിച്ച് കാണിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. സോ
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അക്ഷയലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.